ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. മുൻകൂട്ടി തന്നെ പറയാം. കാരണം ഇത്രയും ഐറ്റം ബീഡ്സ് എത്തിയിട്ടുണ്ട്. ഇത് പലതും പല വെറൈറ്റിയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന പോലെയല്ല, നമ്മൾ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ്സിൽ തന്നെ കുറേ വെറൈറ്റീസും പാസ്റ്റലിനും ഒക്കെ ഉണ്ട്. പിന്നെ പുതിയ മാർബിൾ ഷെയ്ഡിൽ വരുന്ന ബീഡ്സുകളൊക്കെ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പല ബീഡ്സും ഉണ്ട്. പിന്നെ ചൈന ബീഡ്സ് അതായിട്ട് വരുന്നുണ്ട്. പലതും ഉണ്ട് കേട്ടോ. പല ക്വാളിറ്റിയും പല റേറ്റും ഒക്കെ ഇതിൽ റേറ്റും കാര്യങ്ങളും എത്ര 25 ഗ്രാമിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ചോദിക്കും ഈ 50 ഗ്രാമിൽ 25 ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ടാവുമെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ പറഞ്ഞു തരാൻ. നമുക്ക് ഓർമ്മ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര ഗ്രാം ഉണ്ടാവും എന്നൊക്കെ എത്ര വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഒക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എൻഡ് ബീഡ്സ് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് റേറ്റ് ഉണ്ട്. ഫെൽറ്റ് ഷീറ്റാണ്. ഇത് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറച്ച് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു പാക്കറ്റിന് 500 രൂപ വരുന്നുണ്ട്. ഇതാകെ 150 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതാണ് നമ്മളൊരു കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ബീഡ്സ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് 350 രൂപയുടെ കിറ്റ് തന്നെ കുറേ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഞാൻ പേക്കാക്കി. അപ്പോൾ ഇനി ബാക്കി കൂടി ഉണ്ട്. അപ്പോൾ ഇത് തീരുന്ന വരെയുള്ള ഈ എൻ്റെ ബീഡ്സ് തീരുന്ന വരെ കിറ്റ് കൊടുക്കും. അതിനുശേഷം വീണ്ടും എത്തിയതിന് ശേഷം എനിക്ക് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ വെനസ്ഡേ ആണ്. ഇത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ, ചിലപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ തേഴ്സ്ഡേ അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ ഇനിയെല്ലാം ഓർഡർ, അതായത് ഇപ്പോൾ ഈ ട്യൂസ്ഡേക്ക് ശേഷമുള്ള ഓർഡർ മുഴുവൻ ഞാൻ എടുക്കുന്നത് ഓർഡർ എടുക്കും. പക്ഷേ എനിക്ക് അയക്കാൻ പറ്റുക അടുത്ത ട്യൂസ്ഡേക്ക് ശേഷമാണ് കേട്ടോ. അതായത് 1 വീക്കിന് ശേഷം എനിക്ക് അയക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് നേരത്തിനും കാലത്തിനും ഫുഡ് കഴിക്കാത്തതുകൊണ്ടും ഉറങ്ങാത്തതുകൊണ്ടും ഉള്ള പ്രശ്നം കൊണ്ട് പറ്റിയതാണ്. അപ്പോൾ എൻ്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ. കച്ചവടം മാത്രം നോക്കി കയറുന്നിട്ട് കാര്യമല്ലോ. അത് എൻ്റെ അടുത്ത് വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം നമ്മൾ വീട്ടിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും നട്ടുച്ച എന്ന് തന്നെ പറയും. 1 മണി കുളി കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വരുമ്പോൾ 1:30 മണിയാവും. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള പാക്കിങ്ങും വീഡിയോ എടുക്കലും ഒരു തുള്ളി നേരം പോലും ഞാൻ റെസ്റ്റ് എടുക്കാതെ പണിയെടുത്തിട്ട് പിന്നെ ആ ടൈമും വൈകുന്നേരമാണെങ്കിലും അഡ്രസ്സും കാര്യങ്ങൾ എഴുതി വെക്കലും രാത്രിയും എല്ലാം മക്കളെ കാര്യങ്ങൾ കഴിഞ്ഞ് മക്കളെ കുറയ്ക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീണ്ടും സ്റ്റാർട്ടിങ് പാക്കിങ്. അത് 12:30, ചിലപ്പോൾ 12 മണി വരെ പാക്ക് ചെയ്യുള്ളൂ. പിന്നെ അരമണിക്കൂർ വാട്സപ്പിൽ എന്തെങ്കിലും റിപ്ലൈ കൊടുത്തതിന് ശേഷം വേഗം ഉറങ്ങുക ചെയ്യുക. പിന്നെ 5:30 ആകുമ്പോൾ വീണ്ടും എണീക്കും. ഇതന്നെ തുടർച്ചയായിട്ട് 1.5 മാസമായിട്ട് ഇതന്നെ നടന്നുകൊണ്ട് റെഗുലറായി നടന്നുകൊണ്ട്. കാരണം ഉച്ചയ്ക്കൊക്കെ ഉറങ്ങിയ കാലം മറന്നു. 1.5 ഈ ബീഡ്സിൻ്റെ കളക്ഷൻ വന്നാലും ഞാൻ നേരെ ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ട് പോലുമില്ല. നമുക്ക് ഇതന്നെയാണ് ചിന്ത. കാരണം എനിക്കൊരു ഇടങ്ങേറുള്ളതെന്ന് വെച്ചാൽ വേറെ ആൾക്കാരൊക്കെ പൈസ എൻ്റെ കയ്യിലെത്തിയാൽ അത് അവർക്ക് വേഗം ഡിസ്പാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പിന്നെ പെട്ടെന്ന് ബീഡ്സിൻ്റെ കാര്യം അറിയാലോ. ഇത് ചെയ്യുന്നവർക്കറിയാം. കുറേശ്ശെ എല്ലാ ഐറ്റംസും ഒരു ഐറ്റം ബീഡ്സ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടെന്നറിയാം. ഒരു ഐറ്റം ബീഡ്സ് തന്നെ എത്ര കളേഴ്സുണ്ട്. ഈ കളേഴ്സിനൊക്കെ 25 ഗ്രാം വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് പാക്കാക്കി വരുമ്പോഴത്തേന് ഒരാൾക്ക് തന്നെ പാക്കാക്കുമ്പോൾ വരുമ്പോഴത്തേന് ടൈം എടുക്കും. അരമണിക്കൂറിൻ്റെ അടുത്ത് ഒരാൾക്ക് തന്നെ പാക്കാക്കി വരുമ്പോഴത്തേനാവും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കുറേ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്. ഇതാണ് ഇനി ഇത്രയും ആൾക്കാർക്ക് ഞാൻ ഇനിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച പേയ്മെൻറ്റ് അടച്ചവരാണ്. കഴിഞ്ഞ ആഴ്ച പേയ്മെൻറ്റ് കഴിഞ്ഞ വ്യാഴത്തിൻ്റെ ഉള്ളിൽ തേഴ്സ്ഡേയുടെ ഉള്ളൊരാഴ്ചയായി പേയ്മെൻറ്റ് അടച്ചവർ. അതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കാനാണ്. ഇത്രയും ആൾക്കാരുണ്ട്. 30ൻ്റെ അടുത്തോളം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ ഞാൻ ഈ 2 ദിവസം കൊണ്ട്, ഞാനിപ്പോൾ വെള്ളിയാഴ്ച ഫ്രൈഡേ എൻ്റെ വീട്ടിൽ പോകും ഇൻഷാ അള്ളാ. ഈ 1.5 കഴിഞ്ഞ ക്രിസ്മസിന് വന്നതാണ്, പിന്നെ പോയിട്ടില്ല. അപ്പോൾ അത് പോയിട്ട് വരും വേണം. അപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുക്കാമല്ലോ കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ സ്കൂളിലാണെങ്കിൽ UP സ്കൂളിലൊരു ഗെറ്റ് ടുഗദറും ഉണ്ട്. അപ്പോൾ അത് കൂടിയിട്ട് വരികയും ചെയ്യാമെന്ന് കരുതി അങ്ങനെ പോവാണ്. അപ്പോൾ അതിനത് വന്നതിന് ശേഷം എനിക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ആൾക്കാർ എത്ര ഉണ്ടെന്ന് ഞാൻ തന്നെ നോക്കിയപ്പോൾ 30ൻ്റെ അടുത്തുണ്ട്. ഇത്രയും ആൾക്കാർക്ക് ഞാൻ 2-3 ദിവസം കൊണ്ട് തന്നെ പാക്കാക്കി കൊടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും പാടെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്ക് അയച്ചോ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ഇടങ്ങാറാണ്. ഞാൻ അയച്ചാൽ നിങ്ങൾക്ക് സാധനം എത്തുമല്ലോ. അല്ലാതെ നിങ്ങൾക്ക് ഇടങ്ങാറാണ്. നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിൽ എത്താത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അറിയാഞ്ഞിട്ടല്ല. പക്ഷേ എൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് സഹായിക്കാനോ ഒന്നും ആളില്ല. എന്താ വെച്ചാൽ എനിക്ക് പാർസൽ കൊണ്ടുതരാനും കൊണ്ടു കൊടുക്കാനൊക്കെ ഹസ്ബൻഡ് സഹായിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് വേറെ ഒന്നിനും ഇതില്ല. പിന്നെ പെൺകുട്ടികളാണെങ്കിലാണ് നമുക്ക് മക്കൾ വീട്ടിലുണ്ടാവുള്ളൂ. ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് സ്കൂളിൽ തന്നെ കളിക്കാൻ പോകും. അതൊക്കെയാണ് അവരത്. പിന്നെ ചെറിയ മോളാണുള്ളത്. അപ്പോൾ മോളെ വെച്ചുള്ള ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ കരുതും അങ്ങനെയാണ് നിങ്ങൾ ഈ കച്ചവടത്തിന് നിൽക്കണമെന്ന് ചോദിക്കും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്.
ഞാൻ മനഃപൂർവ്വം ആരുടെ വാങ്ങിച്ച് വയ്ക്കാറില്ല, എല്ലാവർക്കും പറ്റുന്ന പോലെ തന്നെ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. സാധനം എത്താത്തുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യും. ചില ആൾക്കാരൊക്കെ നല്ല കസ്റ്റമേഴ്സ് തന്നെ, ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒരു ഡൗട്ട്, ഞാൻ പറ്റിക്കുമെന്നുള്ള ഡൗട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ പറ്റിക്കൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ക്യാഷ് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി ബീഡ്സിലോട്ട് വരാം. ഞാനിനി ട്രൈപോഡ് വെക്കട്ടെ. ഇത്രയും നേരം ഞാൻ ട്രൈപോഡ് വെക്കാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത്. ഇനി ഇതിന് റേറ്റ് എത്രയാണ്, 25 ഗ്രാമിൽ എത്ര പീസ് ഉണ്ടെന്ന് ചോദിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഇത്രയും വലിയ വീഡിയോ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി കിറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്യും ഇൻഷാ അള്ളാ. ആ കിറ്റിൽ ഇത്രയും ഐറ്റംസ് ബീഡ്സ് ഞാൻ വെച്ചിട്ട് നോക്കുമ്പോൾ എങ്ങനെയായാലും 550 രൂപ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 50 ഗ്രാം വെച്ചിട്ടല്ല എടുക്കുന്നത്, എല്ലാ ബീഡ്സും 25 ഗ്രാം വെച്ചിട്ടല്ല എടുക്കുന്നത്, സെപ്പറേറ്റ് കൂടുതൽ ബീഡ്സാണ്, വെറൈറ്റി ബീഡ്സാണ്, നോർമൽ ബീഡ്സൊന്നും അതിൽ വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മസ്റ്റായിട്ട് കണ്ടു നോക്കാട്ടോ. ഞാനത് ഫ്രൈഡേ ആയിട്ട് അപ്ലോഡാക്കും, അല്ലെങ്കിൽ തേഴ്സ്ഡേന് അപ്ലോഡാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇത് കരിമണി മാലയാണ് കേട്ടോ. പിന്നെ ട്രൈപോഡൊന്ന് ഇളകിയതാണ്. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വലിയ ബീഡായിരുന്നു കേട്ടോ. ഇത് കരിമണി മാല പോലത്തെ അങ്ങനത്തെ ബീഡ് തന്നെ വരുന്നത്. എനിക്ക് കയ്യിലെടുത്ത് കാണിച്ചാൽ മനസ്സിലാവുമോ എന്താ. ഇതാണ്ടോ, ചെറുതാണ് കേട്ടോ. അത് 3mm കയറി വലുപ്പമേ ഉള്ളൂ, 4mm വലുപ്പമല്ല, 3 അത്രയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ. 3 എനിക്ക് തോന്നുന്നു, ചെറുതാണ് കേട്ടോ, 4 ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് അത്യാവശ്യം വന്നിട്ടുണ്ട്, വലുതല്ല വന്നിട്ടുള്ളത് കേട്ടോ. കാരണം വലുത് തന്നെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെറുത്ത് ചോദിച്ചായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ ബ്രേസ്ലെറ്റ് ചെറിയ മക്കൾക്ക് ഉണ്ടാക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹെയർ ബോയിൽ ചെയ്യാനാണെങ്കിലും ഒക്കത്തിനും വലുത് എൻ്റെ അടുത്ത് സാധാ നോർമൽ ബീഡാണ്. 8mm 7mm ഒക്കെ ഉള്ള കേട്ടോ ബ്ലാക്ക് വരുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള ബീഡ് തന്നെയാണ് വരുന്നത്. അത് സ്ട്രിങ് അല്ല, ഗ്രാമാണ് കേട്ടോ. സ്ട്രിങ് കഴിഞ്ഞതല്ല, ഇതായതാണ്, എന്താ പറയുക, അത് സ്ട്രിങ് വന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഇതൊരു സ്ട്രിങ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിന് ഒരു സ്ട്രിങ്ങിന് ഇങ്ങനെ 25 രൂപ വരുന്നത് കേട്ടോ. അതുപോലത്തെ ബ്ലാക്ക് അങ്ങനത്തെ സ്ട്രിങ് ആയിട്ട് വരുമ്പോൾ 25 രൂപയാണ് എടുക്കുന്നത്. അല്ല ഒരു ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബഞ്ചാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒരു ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 180 രൂപ വരുന്നുണ്ട് കേട്ടോ. 180 രൂപയാണ് ഒരു ബഞ്ചായിട്ട്. ഒരു ബഞ്ചിൽ 10 എണ്ണമാണ് കേട്ടോ. 1 2 3 4 5 6 7 10 എണ്ണമാണ്, 12 എണ്ണമല്ല, 10 എണ്ണമാണ്. 180 രൂപ ഒരു ബഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 180 രൂപ. അല്ല ഓരോ സ്ട്രിങ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും തരുന്നു കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഒരു 5 ഐറ്റോളം ബഞ്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് 5 ഐറ്റോളം ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കട്ടിംഗ് ബാളാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്രേസ്ലെറ്റിലൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു സ്റ്റോക്ക്, പിന്നെ സ്റ്റോക്ക് ഔട്ടായി. ഇപ്പോൾ വന്നിട്ടുണ്ടാണ്, വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാരും എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയിലാണ്. ഇതിന് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു കട്ടിങ് ടൈപ്പ് വരുന്നതാണ്. കാരണം വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ട് കരുതുന്നു കണ്ടോ. അപ്പോൾ ഇത് റേറ്റ് വരുന്നത് 75 രൂപയാണ് കേട്ടോ. ബീഡ്സ് ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, ഇതുപോലത്തെ ഒരു പാക്കറ്റ് ആയിട്ടാണ് കേട്ടോ. ബീഡ്സ് ആയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും. ഇങ്ങനെ ഒരു പാക്കറ്റ് ആയിട്ടാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 75 രൂപ വരുന്നത് കേട്ടോ. ഒരു പാക്കറ്റ് ആയിട്ട് വരുമ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഞങ്ങൾക്ക് 4 പാക്കറ്റ് അതിൻ്റെ അടുത്തുള്ളൂ. പിന്നെ ഇത് ഗിയർ ലോക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഗിയർ ലോക്ക് സിൽവർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ സിൽവർ ഇറക്കിയതാണ് കേട്ടോ. ഇതാണ് സിൽവറാണ്. ഇതിന് 25 രൂപയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനത്തെ ഒരു പാക്കറ്റിന് 25 രൂപയാണ് വരുന്നത്. ഗോൾഡ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സിൽവർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആകെ 4 പാക്കറ്റേ ഉള്ളൂ കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണേ, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ തന്നു. പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ ഒരവസ്ഥ, ഇതില്ലാത്തതുകൊണ്ട് കുറേ പേര് ഇത് ഓർഡർ ആക്കിയത്. അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഓരോ പാക്കറ്റ് വെച്ച് ഓർഡർ ചെയ്തു. പക്ഷേ അവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു പിന്നെ ഇത് ഓരോ ചെറിയ പാക്കറ്റ് 50 ഗ്രാം വെച്ചിട്ടുള്ള പാക്കറ്റേ ഉള്ളൂ. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ബില്ല് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാൻ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ അയച്ചെന്നാണ്. ഇതിന് 3-4 പാക്കറ്റ് ഇതുണ്ട്, 3 പാക്കറ്റോളൊക്കെ ഉണ്ട് ഇത് കേട്ടോ. ഈ ടൈപ്പ് അതുപോലെ ഇത് പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നു. ഇത് പാക്കറ്റ് ഈ ടൈപ്പിൽ പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് അത് കറണ്ടിൽ 2 പാക്കറ്റിൽ കൂടുതൽ 3ഓളം പാക്കറ്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് അത് സ്റ്റോക്ക് ഉണ്ട്. പാക്കറ്റ് പൊട്ടിക്കാത്ത അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പം ഞാനതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ബോൾ പിന്നെ ഫുള്ളായിട്ടുള്ള പാക്കറ്റ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇതും 2 പാക്കറ്റ് എക്സ്ട്രാ അവർ വിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര നഷ്ടമായി പോയി. കാരണം 50 ഗ്രാമിന് എനിക്ക് തരുന്ന റേറ്റ് അറിയാമല്ലോ, 60 രൂപയാണ്. പക്ഷേ ഇതെനിക്ക് കിട്ടിയതോ പുറത്ത് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഇതാണ്, നഷ്ടത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വേറൊരായിട്ട് കളർ ബീഡ്, നമ്മൾ കത്രമാലയുടെ ടൈപ്പിലെ ഒരു എൻ്റെ ബീഡാണ് കേട്ടോ.
ഒരു പിങ്കാണ് വന്നിട്ടുള്ളത്, അതുപോലെ ഇതൊരു മെറൂണ്, പിന്നെ സ്കൈ ബ്ലൂ, പിന്നെ വൈറ്റ്. ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇത് 40 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. 40 50 നോക്കട്ടെ. ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റ് തന്നെയാണ് കേട്ടോ. ഇത് 25 ഗ്രാം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് 50 ഗ്രാമിന് 80 രൂപ വരുന്നത് കേട്ടോ. 80 80 രൂപ വരുന്നത്. കുറച്ച് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പോയില്ലെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ച് ചെറിയ പാക്കറ്റ് വാങ്ങിക്കാൻ കരുതി, അങ്ങനെ വാങ്ങിച്ചാണ്. ഇത് 25 ഗ്രാമിന് 40 രൂപ വരുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ചെറിയ എൻഡ് ബീഡ്സുകൾ വൈറ്റും ബ്ലാക്കും ഉണ്ട്. ഇത് 40 ഗ്രാമാണ് കേട്ടോ റേറ്റ് വരുന്നത്. 40 ഗ്രാമിന് 60 രൂപ വരുന്നത് കേട്ടോ. ചെറിയ എൻഡ് ബീഡാണ്. 40 ഗ്രാമിന് 60 രൂപ വരുന്നത്. ഇതാണ് നമ്മളെ ഒറിജിനൽ എൻഡ് ബീഡ്സ് ഉണ്ടല്ലേ. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ 350 രൂപയുടെ കിറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ്. ഇതിൻ്റെ വൈറ്റ്, ഇതിന് വലിയ പാക്കറ്റ് കിട്ടാനില്ലാത്തതാണ്, കുറേ കളേഴ്സ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ വൈറ്റും ഈ പിങ്കും, ബേബി പിങ്കാണ്. ഇതൊരു ബ്രൗൺ കളറാണ് കേട്ടോ, ബിസ്ക്കറ്റും കളറാണ്. അപ്പോൾ ഈ 4 കളറും ഓരോ പീസ് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, എല്ലാ ബീഡ്സും വെച്ചിട്ടുള്ള കിറ്റ്. ആ കിറ്റിൽ ഇത് 4 ഓരോ പീസ് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ് വെച്ചിട്ടുള്ളത് ഞാൻ വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ കളർ കൂടി ഉണ്ട് കേട്ടോ, ഞാൻ കാണാൻ വിട്ടുപോയതാണ്. ഇതൊരു പിങ്കാണ്, ഇത് ബേബി പിങ്ക് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര ഗ്രാമാണെന്ന് പറയാം. അതിനാണ് റേറ്റ് അടക്കം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് പേയ്മെൻറ്റ് അടച്ചാൽ മതി. ഇനി ഞാൻ പറഞ്ഞല്ലോ അടുത്ത ആഴ്ച എനിക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ ഇപ്പോൾ എടുക്കൽ തുടങ്ങിയിട്ടില്ല. ഓർഡർ ഞാൻ എടുക്കും, പക്ഷേ ഡിസ്പാച്ച് ചെയ്യാൻ കുറച്ച് വൈകും. അപ്പോൾ ഇനി മെയിൻ നമ്മളെ സാധനത്തിലോട്ട് കിടക്കാം. അതിപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, എന്നാലും വേണ്ടില്ല, ഞാൻ ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു തരാം. കുറേശ്ശെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ മുഴുവൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. വീഡിയോയിൽ ഉൾപ്പെടുത്തും, പക്ഷേ ഒന്നിച്ചട് വീഡിയോയിൽ നിങ്ങൾക്ക് സ്ക്രീൻ വലുതല്ലല്ലോ, ചെറുതല്ലേ. അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നിടത്തോളം കാണിക്കുക. ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്, ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇത് ഫെൽറ്റ് ഷീറ്റാണ്. ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റ് ഒരു പാക്കറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ വരുന്നത് കേട്ടോ. ഇത് 10 പീസ് ഉണ്ടാവും. ഇങ്ങനെ എടുക്കുന്ന ഏറ്റവും ലാഭം. നിങ്ങൾ സെപ്പറേറ്റ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത്, നിങ്ങൾക്ക് ബെറ്ററായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഫെൽറ്റ് ഷീറ്റിൻ്റെ റൗണ്ടായിട്ട് വരുന്നത്. ഇത് എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട, വൈറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫെൽറ്റ് ഷീറ്റ്. പിന്നെ ഇത് പുതിയൊരു ഐറ്റം റബ്ബർ ബീഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 പാക്കറ്റ് ഓർഡർ ആക്കിയിട്ടുള്ളൂ. 1000 പീസിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് ഫ്രൂട്ട്സാണ് വരുന്നത്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരിതും, പിന്നെ ഒരു ഫ്ലവർ ടൈപ്പ് വേണം കേട്ടോ. പക്ഷെ ഞാൻ പിക്ചർ വിട്ടുകൊടുത്തിരുന്നത് ഇതല്ല, പക്ഷേ എനിക്ക് വന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര സൈസ് നോക്കിയാൽ കണ്ടില്ല, നമ്മൾ ബോയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ. ബോയിലൊക്കെ പോവും, അതിനുള്ള ഹോളൊക്കെ ഉണ്ട്. ഇപ്പോൾ സെൻറ്ററിലൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് 1 രൂപ എന്നുള്ള റേറ്റിൽ കിട്ടും. അല്ല, നിങ്ങൾക്കൊരു പീസ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 10 പീസിന് 15 രൂപയായിട്ടാണ് വരുന്നത്. 10 പീസിന് 15 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതും ഉണ്ടാവും നമ്മളെ കിറ്റിൽ കേട്ടോ. ഇപ്പോൾ വരാൻ പോകുന്ന കിറ്റിൽ ഇതും ഉണ്ടാവും 10 പീസ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതിലും ഉണ്ട് കുറേ കേട്ടോ. പണ്ട് നമ്മളെ എന്താ പറയുക, സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് മായ്ക്കടബ്ബറിനുണ്ടാവുമല്ലോ, റബ്ബറൈസർ. മായ്ക്കടബ്ബർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? പണ്ടൊക്കെ മായ്ക്കടബ്ബർ എന്നൊക്കെ പറയും. ഇപ്പോൾ എറൈസർ എന്നല്ല പറയുന്നത്. അത് പണ്ടോ എറൈസർ തന്നെ ആയിരുന്നു. കണ്ടോ, അതുപോലത്തെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഫ്രൂട്ട്സൊക്കെ ആണ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിന് ഹോൾ ഇവിടെ അവിടെ ഉണ്ട്, ഹോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും മിക്സ് ആക്കിയിട്ട് അതിലുണ്ടാവും. പിന്നെ പാസ്റ്റർ ബീഡ്സിൽ ഇപ്പോൾ ഈ 2 ടൈപ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതും മിക്സ് ആക്കിയിട്ട് നമ്മളെ കിറ്റിലുണ്ടാവും കേട്ടോ. ഇതെൻ്റെ അടുത്ത് പാക്കറ്റ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും പാക്കറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് കറണ്ടിൽ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ 3 പാക്കറ്റ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 2 എനിക്കുള്ളതും ഓരോന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ കയറിയിട്ടാണ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുണ്ട്. ഇതിനൊക്കെ 50 ഗ്രാമിന് 60 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 50 ഗ്രാമിന് 60 രൂപ വരുന്നതെന്നുള്ളത് കേട്ടോ. ഇത്
പാക്കറ്റ് നമുക്ക് ഡാമേജ് അല്ല, പൊട്ടിയിട്ട് വരും ചിലപ്പോൾ. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ മാർബിൾ ബീഡ് കേട്ടോ. മാർബിൾ ഹാർട്ട് ഷേപ്പാണ് വരുന്നത്. ഇതിന് 5 കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഞാൻ 5 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി കണ്ടപ്പോൾ എനിക്ക് ഓരോ പാക്കറ്റ് കൂടി എടുക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, പോകില്ല എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല. ഇത്രയും കളേഴ്സാണ് കേട്ടോ. ബേബി പിങ്ക്, ലാവൻഡർ, സ്കൈ ബ്ലൂ, പിസ്തപ്പച്ച, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കേട്ടോ. ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല റേറ്റ് വരുന്നുണ്ട്. 10 ഗ്രാമിന് തന്നെ 15 രൂപ വരുന്നുണ്ട് കേട്ടോ. 10 ഗ്രാമിന് നല്ല ഗ്ലേസിങ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. കാണുന്നുണ്ടോ? കണ്ടോ, ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. നല്ല ഗ്ലേസിങ് ഉണ്ട്. പക്ഷെ എനിക്ക് അധികം എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിപ്പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളെ ഒരു നല്ല ഭംഗിയുണ്ട്. നമുക്ക് മാലയോ അതുപോലെ ബ്രേസ്ലെറ്റും ബോയൊക്കെ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. പക്ഷെ എനിക്ക് നല്ല ഭംഗിയായി തോന്നി. അപ്പോൾ എനിക്ക് ക്വാളിറ്റി കണ്ടപ്പോൾ ഒരു പാക്കറ്റ് കൂട്ടി എടുത്താൽ മതിയായിരുന്നു തോന്നി. അപ്പോൾ ഇത് വെയിറ്റ് ഞാൻ അവസാനം പറയാം കേട്ടോ. കാരണം എല്ലാത്തിൻ്റെ വെയിറ്റ് അപ്പോൾ നോക്കിയിട്ട് പറയാം. ഇതൊക്കെ പൊട്ടിച്ച് കാണിക്കണം. പൊട്ടിച്ച് കാണിക്കുമ്പോൾ ടൈം കൂടുതലായിപ്പോൾ. അങ്ങനെ ഒന്നുണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാം, അത് നല്ലതില്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അരമണിക്കൂറിൽ കൂടുതൽ പോകും. കണ്ടോ, ഇത് നല്ല ഗ്ലേസിങ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല, അത്ര ഗ്ലേസിങ് ഉണ്ട്. കണ്ടോ, പിങ്കാണ് കേട്ടോ. ബേബി പിങ്ക് പോലത്തെ പിങ്കാണ്. എല്ലാവരും ചോദിക്കുന്ന കളറാണ് ബേബി പിങ്ക്. ഉണ്ടോ, ഇത്രക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലാവൻഡറാണേ. ഇതാ സ്കൈ ബ്ലൂ. ഇതൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. നല്ല ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നുള്ളൂ. വീഡിയോയിൽ അത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ കാണുന്നുണ്ട്. പിസ്തപ്പച്ചയാണ് കേട്ടോ. ഇത് ഞാൻ ഒറിജിനൽ ഗ്യാരണ്ടി തരുന്നു. കാരണം ഇതൊരു കംപ്ലൈൻറ്റ് വരില്ല. കംപ്ലൈൻറ്റ് വെച്ചാൽ കളർ മങ്ങി പോകുന്നില്ല. ഞാനൊരു നമ്മുടെ ഗ്ലേസി ഹാർട്ട് ഷേപ്പുള്ള വീടുണ്ടായിരുന്നു. അത് ഞാൻ അതിൽ നല്ല ക്വാളിറ്റി എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ എനിക്ക് ചിലത് ബീഡ്സ് മാത്രമേ ഇതിൽ ക്വാളിറ്റി ഉള്ളൂ. ചില കളേഴ്സ് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, കളർ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി. അപ്പോൾ അത് ഏകദേശം അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീണ്ടും പറയാതിരുന്നത്. പക്ഷേ കൂടുതൽ എടുക്കുന്നവരോടൊക്കെ ഞാനൊരു ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചിലതൊക്കെ കളർ ഇളകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി അടുത്ത വീട് കാണാം. പിന്നെ ഇതിൽ കാണുന്ന വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ബീഡ്സുകൾ ഓരോ പാക്കറ്റേ ഉള്ളൂ. അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആകുന്ന വരെ എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇതിലൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതൊന്നെങ്കിൽ കിറ്റ് നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. സാധനം എത്താൻ കുറച്ച് ലേറ്റ് ആവും. പിന്നെ ഇത് നമ്മളെ ഗ്ലാസ് ബീഡല്ല, ഗ്ലാസ് ബീഡിൻ്റെ തന്നെ കട്ടിങ് വരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. റേറ്റൊക്കെ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും കരുതും ഇത് ഗ്ലാസ് ബീഡാണല്ലോ, ഗ്ലാസ് ബീഡ് എത്തിയല്ലോ. പക്ഷേ ഇതൊക്കെ ഞാൻ 2 പാക്കറ്റ് വെച്ച് ഓർഡർ ചെയ്ത്. പക്ഷേ എനിക്ക് വന്നിട്ടുള്ളത് ഓരോ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാനാ, അപ്പോൾ ഇനി വരുന്നതിൽ എടുക്കാമെന്ന് കരുതിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യാനാ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 ഗ്രാമിന് 60 രൂപ വരുന്നത് കേട്ടോ. 50 ഗ്രാമിന് ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ്, പിങ്ക് ഉണ്ട്, ലാവൻഡർ ഉണ്ട്, ഒരു പീച്ച് ഉണ്ട്, ലൈറ്റ് പീച്ചാണ്, യെല്ലോ ഉണ്ട്, ഒരു ബ്ലൂ വരുന്നുണ്ട്, ഒരു ബേബി പിങ്ക് ഉണ്ട്. അപ്പോൾ ഇതേ കളർ തന്നെയായിരുന്നു നമുക്ക് ഗ്ലാസ് ബീഡ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്ലാസ് ബീഡ് ഇപ്പോൾ കിട്ടാനില്ല. പക്ഷേ ഞാൻ ഓർഡർ ആക്കിയ ഗ്ലാസ് ബീഡാണ്. വണ്ടിയുടെ സൗണ്ടുകൾ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, എന്ത് ചെയ്യാനാ. ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നെ കൊണ്ട്. കാരണം ഓൺ വോയിസ് കൊടുക്കല്ലാതെ പറ്റില്ല. കാരണം അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആക്കി കളയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഇതെങ്ങനെ വരുന്നതെന്നുള്ളത്. ഇതാ ഉള്ളിലൊരു കട്ടിങ് വരുന്നുണ്ട്. ഉള്ളിലല്ല, പുറത്ത് തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. നമ്മളെ എന്താ പറയുക,
മറ്റേത് ഗ്ലാസ് ബീഡ് ഒറിജിനൽ പുറത്ത് ഫുള്ളായിട്ട് ഗ്ലാസ് ആയിരുന്നു. ഇതും ഗ്ലാസ് തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ കട്ടിങ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇതാണ്, ഇങ്ങനെയാണ് കട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടിങ് വരുന്നതുകൊണ്ടാണ് റേറ്റ് ഉള്ളത്. അധികം റേറ്റൊന്നുമില്ല, സെയിം തന്നെ. മറ്റേത് ഗ്ലാസ് ബീഡിന് കുറച്ച് റേറ്റ് കുറവായിരുന്നു. 50 ഗ്രാമിന് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതിന് 50 ഗ്രാമിന് 60 രൂപ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കളറും ഞാൻ പൊട്ടിക്കുന്നില്ല, കാരണം എനിക്ക് പൊട്ടിച്ച് വെച്ചാൽ ഇത് സ്റ്റോക്ക് ചെയ്യാൻ ഇപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എല്ലാ കളറും പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പിങ്ക്, ഇത് പീച്ച്, ബേബി പിങ്ക്, യെല്ലോ, ലാവണ്ടർ, ബ്ലൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഗ്രാമാണെന്ന് എഴുതി വിടുക. ടോട്ടൽ എമൗണ്ട് ഞാൻ പറയും. ഷിപ്പിംഗ് ഞാൻ പറഞ്ഞല്ലോ അടുത്ത ആഴ്ചയെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഇത്രയാണ്. അപ്പോൾ ഞാനിനി ഇത് പിന്നെ നമ്മളെ ഗ്ലോസി ടൈപ്പ് ഹാർട്ട് ഷേപ്പ് വന്നില്ലേ, അതിൽപ്പെട്ട തന്നെ ഗ്ലോസി ടൈപ്പ് സ്റ്റാർ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ, അബദ്ധം പറ്റി 2 പാക്കറ്റ് വെച്ചിട്ട് എടുത്തും ചെയ്തു. പക്ഷേ അതിൽ ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ചിലത് ക്വാളിറ്റി കുറവായിരുന്നു കേട്ടോ. ക്വാളിറ്റി കുറവാണെന്ന് വെച്ചാൽ കളർ ഇളകി പോകുന്നുണ്ട്. എല്ലാ ബീഡ്സും ഇല്ല കേട്ടോ, അത് നിങ്ങൾ വാങ്ങിച്ചവർക്ക് തന്നെയാണ് അറിയാം. അതിൽ കളർ ഇളകാത്തതാ ഇതുപോലത്തെ യെല്ലോ, പിസ്തപ്പച്ച, പിന്നെ ഈ ലാവണ്ടർ ഷെയ്ഡുള്ളത്, പിന്നെ ഇതാണ് എനിക്ക് കളർ ഇളകാത്ത വന്നത്. മറ്റേ റെഡും പിന്നെ വേറൊരു റെഡ് പോലത്തെ, പിന്നെ 1-2 കളർ നല്ല, ഇതും ചെറിയൊരു ഇളക്കുണ്ട്, പക്ഷെ എന്നാലും വ്യക്തിയതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഓരോ പാക്കറ്റ് എടുത്തിട്ടുള്ളൂ. നല്ല റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് സെയിം തന്നെ നമ്മൾ ഗ്ലോസി ഹാർട്ട് ഷേപ്പിൻ്റെ റേറ്റ് തന്നെ വരുന്നത് കേട്ടോ. 20 ഗ്രാമിന് 30 രൂപ തന്നെ വരുന്നത് റേറ്റ് വരുന്നത് കണ്ടോ. 10 ഗ്രാമിന് 15 രൂപ ആ റേറ്റ് വരും. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ തന്നെയാണ് ഈ കിറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഇതാണ്, ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. പൊട്ടിച്ച് കാണിക്കേണ്ടി വരുമോ? പൊട്ടിച്ച് കാണിക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ കാണിക്കുക. അവസാനം ഞാൻ ബീഡ്സ് എണ്ണി നോക്കുന്ന കൂട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ നല്ല വീഡിയോ ലെങ്ത് ആയില്ലേ, ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരാം, അടുത്ത ബീഡ്സ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, പുതിയൊരു ഐറ്റമാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റാണ്. നമ്മൾ ഗ്ലാസ് ബീഡിൽ തന്നെ വലിയ ഹാർട്ട് ഷേപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഐസ് പോലത്തത്. പക്ഷേ ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ. ഇത് നമ്മളെ ചെറുതായിച്ചാൽ അധികം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ, വെയിറ്റ് അത്ര വരുന്നില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഓരോന്നിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വെച്ചെടുക്കാൻ നല്ല പറ്റും. ഇത് ഞാൻ ഇനി നിങ്ങളോട് വാക്ക് പറയുന്നില്ല. ഇത് വെച്ചിട്ട് ഞാൻ ബ്രേസ്ലെറ്റ് മാല ഉണ്ടാക്കി തരാം. എനിക്ക് ഒന്നാമത് ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാനിനി വാക്ക് പറയുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് പറഞ്ഞാൽ, ഇത് പിങ്കാണേ, പിന്നെ വൈറ്റ്, റോസ്, നമ്മളെ മജന്ത പോലത്തെ കളറ്, പർപ്പിള്, സ്കൈ ബ്ലൂ. ഇതിന് 5 കളേഴ്സ് അവൈലബിൾ ഉള്ളൂ കേട്ടോ. 1, 2, 3, 5 കളേഴ്സ് അവൈലബിൾ ഉള്ളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഞാൻ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ പറയും, കാരണം പിന്നെ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 ഗ്രാമിന് 60 രൂപ തന്നെയാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബീഡ്സൊക്കെ ഉണ്ടാവും നമ്മളെ കിറ്റിൽ. അത് എത്ര ഗ്രാം റേറ്റാണെന്നൊക്കെ പറയാം. അതെല്ലാം ഞാൻ പൊട്ടിക്കുന്നില്ല, ഞാൻ കാണിച്ചു തന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ്, അതായത് 25 ഗ്രാമിൽ എത്ര പീസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടും, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ എത്ര ബീഡ് ഉണ്ടാവുമെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നു കരുതുന്നു. ഇനി അടുത്ത ബീഡ് എടുക്കാം. അടുത്ത ബീഡ് നമ്മൾ നോർമൽ ബട്ടർഫ്ലൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, വൈറ്റ് സ്റ്റാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വൈറ്റ് നമുക്ക് വൈറ്റ് ബട്ടർഫ്ലൈ എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് പൊട്ടിക്കാത്ത പാക്കറ്റ്, എൻ്റെ അടുത്ത് വൈറ്റും റെഡും ഈ റോസും ആണ് ഉള്ളത് കേട്ടോ. ഇത്രയും പാക്കറ്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇത് 50 ഗ്രാമിന് 60 രൂപ റേറ്റ് വരുന്നത്. ഞാൻ ഇതൊക്കെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ പീസും ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ, കാരണം ഇത് വന്നിട്ടുണ്ട്. ഈ റെഡ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ റെഡ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ റോസും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അത് നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ കണ്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എടുക്കാനുണ്ടാവില്ല. അപ്പോൾ തന്നെ ഞാൻ ആർക്കെങ്കിലും എന്നോട് ബൾക്കായിട്ട് ചില ആൾക്കാർ വാങ്ങിക്കലുണ്ട്, അപ്പോൾ അവർക്ക് കൊടുത്തു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, വരും എന്നാന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഐറ്റം കേട്ടോ.
എൻ്റെ കയ്യിൽ നിറയ്ക്ക് പൊടിയുണ്ട്. കാരണം ഈ പാക്കറ്റിലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നത് അവരെ എവിടേക്ക് ഇട്ട് കൊണ്ടുവന്നിട്ടാണ് അറിയില്ല. നമ്മൾ കയ്യിൽ എത്തുമ്പോൾ പാക്കറ്റിൻ്റെ ഉള്ളിൽ പൊടി ഉണ്ടാവില്ല, പക്ഷേ പാക്കറ്റ് വലിച്ചെടുത്തിട്ടേ പൊടിയായിട്ട് കാണാം. ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. അത് എങ്ങനെ ഷേപ്പ് എന്ന് പറയുക, ഒരു ആപ്പിളിൻ്റെ ഒരു ആകൃതി പോലെ ഉണ്ടാവുമല്ലോ, അതുപോലെ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കളറ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ കളറും കൂടുതലില്ല, നല്ല നല്ല കളേഴ്സൊന്നും കൂടുതലില്ല. വൈറ്റും ഈ സ്കൈ ബ്ലൂ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് അധികം കളറില്ല. ആ ഒറ്റ പാക്കറ്റ് എൻ്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് പാക്കറ്റ് ആരും ചോദിക്കരുത്, അത് പാക്കറ്റില്ല. അല്ലാത്തത് വേണമെങ്കിൽ നേവി ബ്ലൂ, റെഡോ, ഗ്രീൻ, പച്ച ഒക്കെ ഉണ്ട്. ഇതില്ല. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് വൈറ്റ്, യെല്ലോ, സ്കൈ ബ്ലൂ, 2 3 ലീഫ്, നമ്മളെ പച്ച ഉണ്ടാവില്ല, കട്ടപ്പച്ച എന്ന് പറയില്ല, അതുപോലത്തെ കട്ടപ്പച്ചയല്ല, പച്ച എല്ലാം പൊട്ടിക്കുന്നില്ല ഞാൻ പറഞ്ഞു. മെറൂൺ കേട്ടോ, നമ്മൾ ഇതില്ലേ ഉറുമാമ്പഴം പറയും, പോമോഗ്രാനൈറ്റോ തന്നെ പറയില്ല, അതിൻ്റെ കളറ് റെഡ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് റെഡ്. മെറൂൺ എന്ന് പറയും, ഇതിന് മെറൂൺ എന്ന് പറയാം കേട്ടോ. ഇത് നേവി ബ്ലൂ, ഇത് മജന്ത, ഇത് നല്ല ഭംഗിയുണ്ട്. ഈ 3 കളേഴ്സാണ്, ഇപ്പോൾ 4 കളേഴ്സാണ് നല്ല ഭംഗിയുള്ളത്. ആ 4 കളേഴ്സും എൻ്റെ അടുത്ത് ഓരോ പാക്കറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അത് 1 2 3 4 5 6 8 കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതും വരുന്നത് 50 ഗ്രാമിന് 60 രൂപയാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, മറക്കണ്ട. ഇത് എത്ര പീസ് ഉണ്ടാവും എന്നുള്ളത് ബാക്കിൽ അവസാനം വരുന്നുണ്ട് കേട്ടോ. അതൊന്നെങ്കിൽ അറ്റാച്ച് ചെയ്തിടും, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇതും കണ്ടല്ലോ, ഇതൊരു റെയിൻബോ ടച്ചുള്ള വീടാണ് കേട്ടോ, പ്ലാസ്റ്റിക് വീട്, നല്ല ക്വാളിറ്റിയിലെ വീട് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പർപ്പിളും ബ്ലൂവും അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്, പർപ്പിളും ബ്ലൂവും കേട്ടോ. അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. റെഡ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഔട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള റെഡ് ഇതാണ്. ഇത് 4mm ആണ് കേട്ടോ. 4mm 5mm ആണ്, ചെറുതാണ്. ഇത് 8mm വരുന്നത്. ഇത് 5 ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് 5mm. ഇത് ഇതേപോലത്തെ ഒരു പച്ചയും മാർബിൾ ടച്ച് വരുന്നതാണ് കേട്ടോ. ഞാൻ റെഡുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ 50 ഗ്രാമിന് 60 രൂപ റേറ്റ് വരുന്നത്. ഇതിപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ. പിങ്കൊക്കെ നമ്മളെ എന്താ പറയുക, പേസ്റ്റൽ ബീഡ്സ് ഇല്ലേ, അതിന് പറ്റിയ പോലെ തന്നെയാണ് ബീഡ് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കളറ് ഈ ഗ്രീനാണ്. നമ്മളടുത്ത് ആൾറെഡി പർപ്പിളും ബ്ലൂവും ഉണ്ട് കേട്ടോ. അതിപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കിറ്റായിരിക്കും അതിലുണ്ടാകും. ഞാനിത് നിൽക്കാതെ ഓർമ്മപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ, ചില ആൾക്കാർ ചോദിക്കും ഈ ബീഡ്സ് ഉണ്ടാവും ഇത്താതിൽ, ഈ ബീഡ്സ് ഉണ്ടാവും ഇത്താതിൽ, നിങ്ങൾ ചോദിക്കും. അപ്പോൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുണ്ടാവും. ഇനി ഇത് 5mm ആണ് കേട്ടോ, 4 അല്ല 5 ആണ്. ഇതിൻ്റെ എൻ്റെ അടുത്ത് ഓരോ പാക്കറ്റേ ഉള്ളൂ കേട്ടോ, ഒറ്റ പാക്കറ്റേ ഉള്ളൂ. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 50 ഗ്രാമിന് 60 രൂപ വരുന്നത്, 25 ഗ്രാമായിട്ടും ഉണ്ടാവും കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വിടുക. ഇനി ഒറ്റ ഐറ്റം ബീഡ്സ് മാത്രമേ കാണിക്കാനുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിലോട്ട് പോകാം. ഓക്കെ, ഇത് ഈ ടൈപ്പ് ബീഡാണ് കേട്ടോ. നമ്മളെ കുട്ടികളെ അരയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, കണ്ണ് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂച്ച് കെട്ടുമെന്ന് പറയും. കൂച്ച് എന്നല്ല പറയില്ല, അതിൻ്റെ പറയില്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൂച്ച് എന്ന് പറയും കേട്ടോ. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. കറുപ്പമ്മ വൈറ്റായിട്ട് അതുപോലെ തന്നെയാണ്. ഇത് വൈറ്റിൽ ഒരു കളർ വരുന്നതാണ് കേട്ടോ. ഇതൊരു പുതിയ മോഡലാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു 2 പിരിയുണ്ട്, ഇവിടെ ഇങ്ങനെ കെട്ടിട്ട പോലെ അങ്ങനത്തെ ഒരു പിരിയുണ്ട്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് പറഞ്ഞാൽ ഇത് ഈ കളറ്, ഇതൊക്കെ ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ. ഒറ്റ കളറെന്ന് വെച്ചാൽ ഓരോ പാക്കറ്റേ ഉള്ളൂ എൻ്റെ അടുത്ത്. അത് പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റേതായിട്ട് കൂടുതൽ നേരം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് സ്കൈ ബ്ലൂ, റോസ്, പർപ്പിള്, ഇതൊരു വേറെ ഐറ്റം റെഡാണ് കേട്ടോ. നമ്മൾ മെറൂൺ ടച്ചുള്ള റെഡാണ്. പിന്നെ ഒരു പിസ്ത പച്ച പോലത്തെ പച്ച, യെല്ലോ, ഓറഞ്ച് കേട്ടോ. ഇതൊരു വേറൊരു ഓറഞ്ചാണ് കേട്ടോ, ഓറഞ്ച് കളർ. അപ്പോൾ ഇത് 6 കളേഴ്സോളം, 7 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു വീട് 7 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ മിക്സ് ആയിട്ടായിരിക്കും നമ്മൾ ആ കിറ്റിലുണ്ടാകുക. അപ്പോൾ ഇനി ഇതിന് വെയിറ്റിൻ്റെ കാര്യമായിട്ടെ. അപ്പോൾ വെയിറ്റ് ചെയ്യാനും മറ്റേ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ അതിൽ
ഉൾക്കൊള്ളിച്ചാൽ ഇപ്പോൾ തന്നെ അത് അരമണിക്കൂറായി വീഡിയോ. ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ആ വെയിറ്റിൻ്റെ വീഡിയോ ചെറിയ വീഡിയോ ആണ്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വെയിറ്റുള്ള വീഡിയോ ചെറുതായിരിക്കും, അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ലൈക്ക് അടിക്കാൻ. നമ്മൾ വീഡിയോസിന് വ്യൂസ് ഉണ്ടാകും, പക്ഷെ ആരും ഒറ്റ കുട്ടി പോലും ലൈക്ക് അടിക്കാറില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക, എൻ്റെ റിലേറ്റീവ്സ് പോലും ലൈക്ക് അടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവരൊറ്റ കമൻറ്റ് പോലും ഞാൻ കാണാറില്ല. അവരൊക്കെ അത് കാണുന്നുണ്ടാവും, പക്ഷെ അവർ മറക്കുന്നതാവും, ചിലപ്പോൾ തുറന്ന് വെച്ചിട്ട് അവിടെ പോവും. എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നല്ലേ, അതുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല ആരുടെ. എൻ്റെ കസിൻസിൻ്റെയും എനിക്ക് ജ്യേഷ്ഠത്തിയാളെന്ന് പറഞ്ഞാൽ നേരിട്ട് ജ്യേഷ്ഠത്തിയാളോ അനിയത്തിയാളൊന്നുമില്ല. എനിക്ക് കസിൻസ്, കുഞ്ഞാമ്മ, ഇളാമ്മ, അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണുള്ളത്. അപ്പോൾ അവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. ഓക്കെ.